തന്നില്ലെങ്കിൽ നിങ്ങളുടെ അവിടെ ചോര ഒഴുകും എന്നാണ്. എവിടെ ചോര ഒഴുകാൻ? എടാ, ഒരു ചോരയോ 100 പേരെ നീയൊക്കെ കൊല്ലാൻ സാധിക്കും. പക്ഷേ ആ 100 പേര് മരിച്ചാലും നിന്റെ കൂട്ടത്തിലുള്ള എല്ലാത്തിനെയും തീർത്തിട്ടേ അവർ മരിക്കുള്ളൂ. അവരുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നിന്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തന്മാരുടെയും ചോര വീഴുന്നത് കണ്ടിട്ടേ അവർ മരിക്കുള്ളൂ. അങ്ങനെയുള്ള ജവാന്മാരാണ് ഞങ്ങളുടെ ഇന്ത്യൻ ആർമിയിൽ. നിന്റെയൊക്കെ സൈന്യത്തെ പോലെ അല്ല, നിന്നെയൊക്കെ പോലെ ഈ വരുന്ന നിന്റെ പാകിസ്ഥാൻ സൈന്യത്തിനെ പോലെ, അതായത് തലയിൽ ഈ പറയുന്ന രാജ്യദ്രോഹവും അതേപോലെ മതവും ഒക്കെ കുത്തിവെച്ച് വിട്ടിരിക്കുന്ന സൈന്യമല്ല ഇന്ത്യൻ സൈന്യം. ഇന്ത്യൻ സൈന്യത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? എൻ്റെ രാജ്യമാണ് എൻ്റെ ജീവൻ എന്നുള്ളൊരു വാക്യമാണ്. ആ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പൊലിഞ്ഞാലും അല്ലെങ്കിൽ തങ്ങളെ ആരെങ്കിലും അതിക്രൂരമായി കൊല്ലുന്നൊരവസ്ഥ നേരിട്ട് കണ്ടാലും അല്ലെങ്കിൽ അത് അനുഭവിച്ചാലും അവരത് മാറ്റി പറയില്ല. രാജ്യമാണ് വലുത്. ഭാരത് മാതാ കീ ജയ് എന്നുള്ളൊരു മുദ്രാവാക്യത്തോടു കൂടി തന്നെയായിരിക്കും ഞങ്ങളുടെ ഓരോ ജവാന്മാരും ആ മണ്ണിലേക്ക് വരുന്നത്. ഇനി അവർ മരിക്കുകയാണെങ്കിലും ധീര ജവാന്മാരാണ്, അല്ലാതെ നിന്നെ പോലെയൊക്കെ പട്ടി ചാവുന്ന പോലെ ചാവില്ല അവർ. അതാണ് ഞങ്ങളുടെ ജവാന്മാർ. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാനെതിരെ നമ്മുടെ ഇന്ത്യയുടെ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ